ഹായ് ഹലോ നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ ഒരു കിടിലം വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 5-in-1 ടോട്ട് കേക്ക് ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണല്ലോ, അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ഈ ടോട്ട് കേക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റിലെ ഒരു സ്പഞ്ച് കേക്ക് റെഡിയാക്കണേ. അതിന് വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ അല്ലെങ്കിൽ 1/2 ഗ്ലാസ് മൈദ, ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഒരു 2-3 തവണ അരിച്ചെടുക്കാവേ. അടുത്തതായിട്ടുണ്ടല്ലോ, നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്കൊരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിച്ചിട്ടാണ് 1/2 കപ്പ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ബീറ്റർ ഉള്ളത് കൊണ്ട് ഞാനിത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യുവാണേ. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഈ മുട്ടയും പഞ്ചസാരയും, അപ്പോൾ പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാരയും വാനില എസൻസും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ആ മുട്ടയും പഞ്ചസാരയും കൂടെയൊക്കെ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്സിയിൽ ചെയ്യുവാണെങ്കിൽ ആ പഞ്ചസാരയുടെയും മുട്ടയുടെയും കൂടെ ഈ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാലാണ് കേട്ടോ, തിളച്ച പടി തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനിയുണ്ടല്ലോ, നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഓയിലെല്ലാം ചേർത്തിട്ട് അടിച്ചിട്ട് ഒരു ബൗളിലേക്ക് മാറ്റുക. അതിന് ശേഷം അതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഒരു 2-3 തവണയായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതിയേ. ആ ചേർത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ പാല് മിക്സ് ചെയ്താൽ മതിയാവും. അതായത് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, കുറച്ച് പാല്, അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബേക്കിങ്ങിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്നവരാണെങ്കിലുണ്ടല്ലോ, നല്ല അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ്, ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് ഈ ബേക്കിംഗ് ടിൻ ഇറക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുക്കറിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ട് അടിയിലൊരു ദോശത്തവ വെച്ചിട്ട് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. ഇനിയുണ്ടല്ലോ, നമുക്കൊരു ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അതിലേക്ക് ഒരു 1/4 കപ്പ്, ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുവാണ്. അതിനുശേഷം ഇത് ആറിയിട്ട് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറെ കുറച്ച് പരിപാടി കൂടിയുണ്ട്. ഒരു ബൗളിലേക്ക് ഒരു 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഒരു 150 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും ഒന്ന് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേക്കിംഗ് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. എന്നിട്ട് ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ, ആ ചോക്ലേറ്റിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയേ, ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായി വരണേ. നമ്മൾ ഈ വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്ത ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്യരുത് കേട്ടോ. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അടിയിലെ ചോക്ലേറ്റൊക്കെ ആവി കൊണ്ടിട്ട് പതിയെ അങ്ങ് മെൽറ്റായി തുടങ്ങും. ആ ഒരു സമയത്ത് ഒന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും.
ചോക്ലേറ്റ് ഇത്രയൊക്കെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് 2 കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷാണിത്. നമ്മുടെ സെക്കൻഡ് ലെയറിനും അതുപോലെ തേർഡ് ലെയറിനും വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുന്നതാണ്. നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ല ലൂസാണല്ലോ. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു പാകത്തിന് സെറ്റായിക്കോളും. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ലെയർ ചോക്ലേറ്റ് മൂസ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ. കേക്കിന് ബീറ്റ് ചെയ്യുന്ന പോലെ അത്ര സ്റ്റിഫായിട്ടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് മിക്സിയുടെ ജാറ് നന്നായിട്ട് തണുപ്പിച്ചിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ ഈ ഒരു ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീമിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചിലർ ജെലാറ്റിനൊക്കെ ചേർക്കണം കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. അല്ലാതെ തന്നെ ഈ ക്രീം നല്ല സ്റ്റേബിളായിരിക്കും. അപ്പം നമ്മുടെ രണ്ടാമത്തെ ലെയർ ചോക്ലേറ്റ് മൂസ് റെഡിയായി. ഇനിയുണ്ടല്ലോ നമുക്ക് ആ ബാക്കി വന്ന ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് നട്ട്സ് ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ആ പച്ചച്ചൊവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഈ നട്ട്സൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കണ്ടെന്നേ. ഉണ്ടെങ്കിൽ കാഷ്യൂ നട്ടോ ബദാമോ ഹാസൽനട്ടോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാവേ. അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ടോട്ട് കേക്ക് ബോക്സാണ്. എല്ലാ ബേക്കിംഗ് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിലും അതുപോലെ സൂപ്പർ മാർക്കറ്റിലും ഓൺലൈനിലൊക്കെ കിട്ടും. ഇത് 7.5 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് ആദ്യത്തെ ലെയർ ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഹൈറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ലെയർ ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ആറി കഴിയുമ്പോൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുമെന്ന്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഈ വെള്ള കളറിലിരിക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പഞ്ചസാരയും വെള്ളവും മാത്രം മതി. അപ്പോൾ ആ ഷുഗർ സിറപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തു. ഇനി നമ്മുടെ രണ്ടാമത്തെ ലെയർ ചോക്ലേറ്റ് മൂസ്, നമ്മൾ ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതിന് മുകളിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലാക്കണമെന്നൊന്നുമില്ല, നമ്മുടെ സ്പാച്ചിലൊക്കെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്ത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിലേക്ക് വെക്കാവേ, അതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ സെറ്റായി. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ, നമ്മൾ നട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ ചോക്ലേറ്റിൽ, ആ ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ലെയറിനാണ് കേട്ടോ ഈ കേക്കിൽ ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. നല്ല അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഈ ഒരു നട്ട്സ് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചിട്ട്, അതായത് നമ്മുടെ മൂന്നാമത്തെ ലെയർ ഒഴിച്ചിട്ട് അത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രീസറിലൊന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതും കൂടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. ഓരോ ലെയർ നന്നായിട്ട് സെറ്റായിട്ട് വേണം കേട്ടോ അടുത്തടുത്ത ലെയറുകൾ ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ എല്ലാം കൂടെ മിക്സായിട്ട് ആകെ കുളമായി പോകും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നാലാമതൊരു ചോക്ലേറ്റ് ലെയറും കൂടി വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ഡയറി മിൽക്കിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഈ ഡയറി മിൽക്ക് കണ്ടപ്പോൾ ഇതിലിട്ട് മെൽറ്റ് ചെയ്യാനൊന്നും തോന്നിയില്ല, കഴിക്കാനാണ് തോന്നിയത്. എല്ലാവർക്കും അങ്ങനെയല്ലേ, ഡയറി മിൽക്ക് കാണുമ്പം കഴിക്കാനല്ലേ തോന്നാറുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിവിടെ 80 ഗ്രാം ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാവേ. മെൽറ്റ് ചെയ്ത് ചെറു ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ലെയറായിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷിൽ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അത് സെറ്റായിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഡയറി മിൽക്ക് വേണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ മിൽക്ക് കോമ്പൗണ്ട് മതി. അപ്പോൾ ദേ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ നാലാമത്തെ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പാത്രം ഇങ്ങനെ ചെരിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതുപോലെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. എങ്ങാനും ഇനി പാത്രം തിരിച്ച് വരുമ്പം തികഞ്ഞില്ലെങ്കിൽ പണിയല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇത് അടിഭാഗത്തുള്ളതെല്ലാം നല്ല തണുപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് സെറ്റാവും. നല്ല അടിഭാഗത്തോട്ട് നല്ല തണുപ്പുള്ളതുകൊണ്ട് ഈ ഒരു ചോക്ലേറ്റ് പെട്ടെന്ന് സെറ്റാവും. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ആയി വരാനുള്ള സാധ്യതയില്ല. കണ്ടോ, കുറച്ച് ഭാഗത്ത് എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ ബാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവൻ എത്തിയിട്ടുണ്ട്. ഭാഗ്യം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എന്തേ മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കുണ്ടല്ലോ നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒരു അരിപ്പയിലിട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് കൊക്കോ പൗഡറാണ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 5ാമത്തെ ലെയറും ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് സെറ്റാകാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. 2 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല സെറ്റായി വന്നോളും. ഫ്രീസറിൽ വെക്കണമെന്നില്ല. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ 5-in-1 ടോട്ട് കേക്ക് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തട്ടി പൊട്ടിച്ച് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മളിതേ തട്ടിപ്പൊട്ടിക്കുന്നു. ഒച്ച കേട്ടല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെ പൊട്ടി വരും കേട്ടോ. മുകളിലത്തെ നമ്മുടെ ചോക്ലേറ്റ് ലെയറാണ് പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത്. ദേ അങ്ങനെ നമ്മുടെ സ്പൂണിലിങ്ങ് എടുക്കുമ്പോൾ 5 ലെയർ ഇങ്ങ് കിട്ടണം കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രെൻഡിനൊപ്പം പോവുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.